ഓക്കെ, ഇന്ന് നമ്മൾ ബിഷപ്പ് ആൻഡ് നൈറ്റിൻ്റെ കൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചൊരു വേരിയേഷൻ ഉണ്ടായിരുന്ന രണ്ടാമത്തെ വേരിയേഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ അതിൽ നിന്ന് വെളിയിലേക്ക് പോയിട്ട് അതിനെ എങ്ങനെ നമുക്ക് തോന്നിക്കാൻ പറ്റുന്നുള്ള ആ വേരിയേഷനാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻറ്റ് ശബരിനാഥാണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാർട്ട് സമയം. ഓക്കെ, ഞാൻ ബ്ലാക്ക് കഴിഞ്ഞ എല്ലാ വേരിയേഷനും കളിച്ചത് ഇവിടുന്ന് തിരികെ ഇങ്ങോട്ട് തന്നെ പോകുമായിരുന്നു. പക്ഷേ ഇനി നമ്മൾ ഈ വേരിയേഷൻ ഇങ്ങനെ പോയി അവളിനി വെളി ചടി ഇങ്ങനെ പോകുന്നതാണ്. ഇവിടുന്ന് നിങ്ങൾ എങ്ങനെ നമ്മളെ വീണ്ടും തിരിച്ചിവിടെ കൊണ്ടുവരാമെന്നുള്ളതാണ് ഇപ്പോൾ പഠിക്കുന്നത്. വെളി ചാടി അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്ത് എന്തായിരുന്നത് കാര്യം ഇത്രയും കളം നമ്മളിപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലയോ. ഇനിയും നമുക്ക് കിങ് കൊണ്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എവിടെയെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാം. ബിഷപ്പ് വെച്ച് എവിടെയെല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള അടുത്ത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാനിവിടെ കളിച്ചു. യെസ്, അപ്പം വീണ്ടും നമ്മൾ ഏതെല്ലാം കളം ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ബാരിയറായിരിക്കുന്നത് ഏതാ കളത്തിൻ്റെ പേര്? സ്ക്വയറിനിങ് B5. അടുത്തത് C4ലേക്ക് പോകാനൊക്കത്തില്ല, A6ലേക്ക് പോകാനൊക്കില്ല. ഇനി അവന് അടുത്ത പ്രാവശ്യം പോകാനൊക്കില്ല. പിന്നെ ഇനിയിപ്പോൾ മൂവുള്ള കളങ്ങൾ ഏതൊക്കെയാണ്? സ്ക്വയറുകൾ ഏതൊക്കെയാണ്? ഓക്കെ, അതിൽ സ്ക്വയർ C7. അപ്പോൾ ഞാൻ C7ലേക്ക് അപ്പം ഓക്കെ, വീണ്ടും നമ്മൾ ഒരു കള്ളം കൂടെ അതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമുക്കിനി B6ലേക്ക് പോകാനൊക്കുമോ? B6 പോകാനൊക്കത്തില്ല. C6ൽ പോകാനൊക്കുമോ? C6 എവിടെ? C6 ഈ കളം. ഈ സ്ക്വയറിലേക്ക് പോകാനൊക്കുമോ? ഇല്ല. അപ്പോൾ ആ കളം നമ്മൾ ബിഷപ്പ് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തു അല്ലേ. അപ്പോൾ ആ കളം ബിഷപ്പ് വെച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇനി നമുക്കുള്ള ലീഗൽ സ്ക്വയർ ഏതൊക്കെയാണ് ഉള്ളത്? ഇനി ബ്ലാക്ക് കിങ്ങിന് പോകാനുള്ള ലീഗൽ സ്ക്വയർ ഏതൊക്കെയാണ്? സ്ക്വയർ നെയിം D8 ആൻഡ് C8 രണ്ട് കളത്തിലേക്കേ ഉള്ളൂ നമുക്കിനിയിപ്പോൾ ബ്ലാക്ക് കിങ്ങിന് പോകാൻ പറ്റുന്നത് അല്ലേ. ഓക്കെ, എക്സാമ്പിൾ ഇതിന് ഞാൻ C8ലേക്ക് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? C8ലേക്ക് അത് കിങ് D6ലേക്ക് വന്നു. വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ B8ലും പോകാനൊക്കത്തില്ല, B7ലും പോകാനൊക്കത്തില്ല അല്ലയോ. അപ്പോൾ രണ്ട് കളർ നിങ്ങൾ നൈറ്റ് വെച്ചും ഒന്ന് ബിഷപ്പ് വെച്ചും ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് മൂവ് എൻ്റെ D8 ബിഷപ്പ്. യെസ്, ബിഷപ്പ് D8 എന്തിനാ ബിഷപ്പിനെ എവിടെ കൊണ്ടുവച്ചത്? കിങ് D8 വെച്ചപ്പോൾ ഈ 8 ബ്ലോക്ക് ചെയ്തു അല്ലേ ബിഷപ്പ് വെച്ച്. അപ്പോൾ എനിക്ക് എൻ്റെ കിങ്ങിനെ D8 ചെയ്ത് E8ലേക്ക് പോകാൻ പറ്റൂല. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഇങ്ങോട്ട് കയറാൻ ഒക്കുമോ? ഒക്കത്തില്ല. ദാറ്റ്സ് റോങ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു? C8ലേക്ക് തിരികെ വന്നു. അപ്പോൾ യെസ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? C8ലേക്ക് തിരികെ വന്നപ്പോൾ യെസ്. ഓക്കെ, ഞാനിവിടെ കളിച്ചു. വീണ്ടും ഞാൻ D8ലേക്ക് തിരിച്ചു വന്നു. എന്തു ചെയ്യും? വെരി ഗുഡ്. അപ്പോൾ നമ്മൾ നമ്മുടെ നൈറ്റിൻ്റെ മാനുവലിൻ്റെ ഒരു മൂവും കൂടെ നമ്മൾ യൂസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് മൂവ് ഒരെണ്ണം കൂടെ ഉണ്ട് അല്ലേ. നമ്മളത് റിസർവ് വെച്ചിരിക്കുക. ഓക്കെ, അതിന് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാമെന്നുള്ളത് പിന്നെ നമുക്ക് കാണാം അല്ലയോ. യെസ്, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കിങ്ങിനെ പോകാനുള്ള ലീഗൽ മൂവാണ് C8 ഓൺലി, റൈറ്റ്. C8ലേക്ക് മാറി. അല്ലെങ്കിൽ അവിടെ C1 ആണെങ്കിൽ തിരിച്ചിരിക്കുക,
C1 മാറും. ഇതിപ്പോൾ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് C8 മാറി. ഓക്കെ, അപ്പോൾ കിങ് എവിടെ കളിച്ചു? ഓപ്പോസിറ്റ്. ഇതിന് എന്തു പറയുന്നത്? ഇതിന് C6. അപ്പോൾ ഈ C6 കളിച്ചപ്പോൾ ഇതെന്തുവാണ്? എന്താണ് ഇതിന്? കിങ് ഓപ്പോസിഷൻ. ഒരു കിങ് ഒരു സ്ക്വയർ വിട്ട്, ഈ രണ്ട് കിങ് ഒരു സ്ക്വയർ വിട്ട് മാറിയിരിക്കുന്നതിന് നമ്മൾ എന്താ പറയും? ഓപ്പോസിഷൻ. അതിന് നമ്മൾ ഡയറക്റ്റ് ഓപ്പോസിഷൻ എന്ന് പറയില്ലയോ? നമ്മളത് നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചാൽ ഡയറക്റ്റ് ഓപ്പോസിഷൻ, ഡയഗണൽ ഓപ്പോസിഷൻ, ഡിസ്റ്റൻസ് ഓപ്പോസിഷൻ ഇല്ലയോ? അതിന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അതോ. ഓക്കെ, അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഓപ്പോസിഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്കുള്ള ലീഗൽ മൂവ് എന്തുവാണ്? ബ്ലാക്കിനുള്ള ലീഗൽ മൂവ് ഓൺലി മൂവ് ദിസ് വൺ, B8 റൈറ്റ്. ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. എന്താ? നൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. കണ്ടോ, നൈറ്റ് ഇരിക്കുന്നു. പിന്നെ നമുക്ക് ഇങ്ങോട്ട് ചാടി പോകാനും ഒക്കത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് B8 വന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ കിങ്ങിൻ്റെ അടുത്ത മൂവ് വളരെ ശ്രദ്ധിച്ച് കളിക്കേണ്ട മൂവുകളാണ് ഇതല്ല അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ കിങ്ങിനെ കളിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറി എന്തു ചെയ്യും? C8 കളിച്ചു. വെരി ഗുഡ്, ചെക്ക് പറഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് ലീഗൽ മൂവ് ഓൺലി B8 റൈറ്റ്. ഓക്കെ, നമ്മൾ W മാനുവറിൻ്റെ ലാസ്റ്റ് മൂവാണ്. ഇനി നമ്മൾ അവന് തിരിച്ച് റിപ്പീറ്റ് ഒരെണ്ണം കൂടെ വരും അല്ലേ? റിപ്പീറ്റ് ഒരെണ്ണം കൂടെ അല്ല, W മാനുവർ ലാസ്റ്റ് മൂവ് കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് പോകാനുള്ള ലീഗൽ മൂവ് എന്തുവാ? ഈ A8 അല്ലയോ? അതേ ഉള്ളൂ. ഓക്കെ, A8 നിങ്ങൾ എന്ത് ചെയ്യും? A8 ബിഷപ്പ് C8 കളിച്ചു. കൊള്ളാം, തെറ്റില്ല അല്ലയോ? ഓക്കെ, ഞാൻ വീണ്ടും B8 വന്നു. ഓക്കെ, ബിഷപ്പിന്. അപ്പോൾ എനിക്ക് നിങ്ങൾ ഈ C8 കൂടെ നിങ്ങൾ ബ്ലോക്ക് ചെയ്തു അല്ലേ? വെരി ഗുഡ്. അപ്പോൾ എനിക്കിനി ഉള്ള ഒറ്റ മൂവ് A8. ഓക്കെ, A8 ചെക്ക് പറഞ്ഞു, ബിഷപ്പ് വെച്ച് ചെക്ക് പറഞ്ഞു. ഒള്ളി ലീഗൽ മൂവ് B8. നൈറ്റിൻ്റെ ലാസ്റ്റ് മൂവ് കഴിഞ്ഞ് നമ്മൾ നൈറ്റിനെ നമ്മൾ എവിടെ വെച്ച് ചെക്ക് പറഞ്ഞു? C6 വെച്ചിട്ട് ഒരു ചെക്ക് അല്ലേ? നൈറ്റിൻ്റെ കാലം ചെക്ക് മേറ്റ്. അപ്പോൾ ഇനി നമുക്ക് മൂവ് ചെയ്യാൻ സ്ഥലമുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. ബിഷപ്പ് ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. ബിഷപ്പ് ഇങ്ങോട്ട് പോകാനൊക്കത്തില്ല. അവിടെ കിങ്. ഇങ്ങോട്ടും പോകാനൊക്കത്തില്ല കിങ്. അപ്പോൾ പിന്നെ നൈറ്റ് ഉണ്ട്, കിങ്ങും ഉണ്ട്. അപ്പം നമ്മൾ ഈ നൊട്ടോറിയസ് എൻഡ് ഗെയിം നമ്മൾ സക്സസ് ആക്കി. ശബരിനാഥ്, താങ്ക് യു ശബരി, വെരി ഗുഡ്. ഓക്കെ.